ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെ കർത്താവ് പകരാനായിട്ട് പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് അറിയാത്ത ചില വഴിവാതിലുകൾ നിങ്ങൾ ഇന്നുവരെ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചില വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ചെങ്കടലിന്റെ മുന്നിൽ ഇസ്രായേൽ ജനം നിന്നപ്പോൾ അവർ ചിന്തിച്ചു പോലുമില്ല, അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു വഴി ഉണ്ടാകുമെന്ന്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൻ്റെ നടുവിൽ വഴിയൊരുക്കുവാൻ, മേശയൊരുക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് UAE നിന്ന് ഒരു വെൽഫിഷറാണ്, താങ്ക് യു. ഇന്ന് സഹോദരൻ ബൈജു ജോർജിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ബൈജു ജോർജ് ബ്രദർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ദൈവികമായ സമാധാനവും രോഗസൗഖ്യവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ ദൈവമായിട്ടുള്ളൊരു ഭയം ഉണ്ടാകേണ്ടതിന് വേണ്ടി, ഒരു ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകേണ്ടതിന് വേണ്ടി, ദൈവമായിട്ടുള്ള കർത്താവെ ആ ഒരു വലിയ ഇൻറ്റിമസി ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരുടെയും കയ്യിൽ പുസ്തകമുണ്ടോ, നോട്ട്ബുക്ക് ഉണ്ടോ, പേനയുണ്ടോ, ബൈബിളുണ്ടോ? ഇല്ലെങ്കിൽ എത്രയും വേഗം എടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കുറിച്ച് വെക്കണേ. കാരണം പ്രധാനപ്പെട്ട ഒരു സീരീസാണ് നമ്മൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം തുടങ്ങി വെച്ചത് ഇൻഡിവിജ്വൽ വർഷിപ്പ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ആരാധന എങ്ങനെയാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നത്. ഹൗ ടു ഡെവലപ്പ് ഇൻഡിവിജ്വൽ വർഷിപ്പ് ഇൻ ലൈഫ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓൾറൈറ്റ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണും. എത്ര പേര് ഇന്നലെ കണ്ടു? ഇന്നലത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടവർ, ഐ വാച്ച്ഡ് യെസ്റ്റർഡേയ്സ് മോർണിംഗ് ഗ്ലോറി. ഇന്നലത്തെ മോർണിംഗ് ഗ്ലോറി ഞാൻ കണ്ടു എന്നൊന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തതാമോ, യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ബെനിഫിറ്റഡ് ആകാൻ കഴിയുന്നു, എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതൊക്കെ ഇടയ്ക്കെങ്കിലും മാസത്തിലൊന്നെങ്കിലും എനിക്കൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് തരണം. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താ, എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ, ലൈവ് ചാറ്റിൽ ഇടരുത്. ഇന്നലെ നമ്മൾ കണ്ടത് സാധാരണ രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഞായറാഴ്ച ആരാധനയാണ്. രാവിലെ 10 മുതൽ 12:30 വരെ, അല്ലെങ്കിൽ 1 മണി വരെ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പല സമയങ്ങൾ. എന്നാൽ 2 സെറ്റിങ്ങിലാണ് ആരാധന നടക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ, 2 കോർപ്പറേറ്റ്. ഒരുമിച്ച് അനേകർ ചേർന്നുള്ള ആരാധന, 2 അതിലധികം, അതെല്ലാം കോർപ്പറേറ്റ് വർഷിപ്പിൽ നമുക്ക് പെടുത്താം. എന്നാൽ അതിൽ പലരും മിടുക്കരായിരിക്കാം, അതിൽ എല്ലാവരും കാണുക പോകുന്നുണ്ടായിരിക്കാം, വെടിപൊട്ടുന്ന പോലെ ഹാലലിയ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ പേഴ്സണൽ ലൈഫിൽ, ഡേ ടു ഡേ എക്സിസ്റ്റൻസിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ ഭാഗമാണ് പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ദാവീദിൻ്റെ ഒരു എങ്ങനെ പറയാം, ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്, ഐ വിൽ എക്സ്റ്റോൾ ദി ലോർഡ് അറ്റ് ഓൾ ടൈംസ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ കർത്താവ്, എൻ്റെ ഉള്ളം യഹോവയെ മഹിമപ്പെടുത്തുന്നു,
എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നൊരു ഭാഗം കൂടിയുണ്ട്. അങ്ങനെ 3 പാർട്ടുകൾ. ഒന്നാമത്തേതിൽ വ്യക്തിപരമായി താൻ ആരാധിക്കുന്നത്, രണ്ടാമത്തേതിൽ താൻ അങ്ങനെ വ്യക്തിപരമായി ആരാധിക്കുന്ന നിമിത്തം ചുറ്റിലുമുള്ള പലരിലും അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു, സ്വാധീനമുണ്ടാകുന്നു. മൂന്നാമത്തേത് നമ്മൾ കാണുന്നത് കോർപ്പറേറ്റ് വർഷിപ്പാണ്. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതെല്ലാം തൻ്റെ ലൈഫിൽ ലിറ്ററലി നടന്നു. 40-ാം സങ്കീർത്തനം വായിച്ചു നോക്കണം, എഴുതി വെക്കുക, പിന്നീട് വായിച്ചാൽ മതി. എങ്ങനെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന ഒരു വ്യക്തിയെ കർത്താവ് പാറമേൽ നിർത്തി പുതിയ പാട്ട് നൽകി പലരും അത് കേട്ട് ദൈവത്തെ ഭയപ്പെടും, ദൈവത്തിൽ വിശ്വസിക്കും എന്നൊക്കെ അവിടെ പറയും. ഇനി നമ്മൾ ചില കാര്യങ്ങൾ അതൊരു ചേർന്ന് പറഞ്ഞു. ഈ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും എന്നുള്ളത് നമ്മുടെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കണം. ഏത് സീസണിലൂടെ പോയാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൊത്തം ലൈഫ് എടുത്താൽ പതിറ്റാണ്ടുകൾ കർത്താവിനോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചതിൽ എൻ്റെ മൊത്തം ജീവിതം എടുത്താൽ വിരലിൽ എണ്ണാവുന്ന ഞായറാഴ്ചകൾ മാത്രമേ ആരാധന എനിക്ക് മുടക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തിപരമായി മൺഡേ ടു സാറ്റർഡേ മറ്റു ദിവസങ്ങളിലും ആരാധന യോഗങ്ങളില്ലാത്ത സമയത്തും ദൈവത്തെ ആരാധിക്കുക. അതിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. പല രീതികളിൽ നമുക്ക് ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അതിനിടയ്ക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് ഈ സീസൺസ് പറഞ്ഞപ്പോൾ. ജോസഫിൻ്റെ ലൈഫിൽ 4 സീസണുകളിലൂടെ താൻ പോയി. ആദ്യം പിതാവിൻ്റെ വളരെ ഫേവറേറ്റായി ജീവിച്ച ഒരു കാലഘട്ടം. അദ്ദേഹത്തിന് പിതാവ് കൊടുത്ത ഒരു പ്രത്യേക ഉടുപ്പുണ്ടായിരുന്നു, പക്ഷെ അത് സഹോദരന്മാർ പറിച്ചെടുത്തു. അവൻ്റെ സീസൺ മാറി. ഡ്രസ്സ് മാറുമ്പോൾ സീസൺ മാറും, അല്ലെങ്കിൽ സീസൺ മാറുമ്പോൾ ഡ്രസ്സ് മാറും. അടുത്തത് താനൊരു അടിമയായി പൊത്തിഫറിൻ്റെ വീട്ടിൽ ജീവിച്ച അടിമവേഷത്തിൻ്റെ കാലം. അത് പൊത്തിഫറിൻ്റെ ഭാര്യ പറിച്ചെടുത്തു. അടുത്തതായിട്ട് തനിക്ക് കിട്ടിയത് ജയിൽ പുള്ളിയുടെ വേഷമാണ്. ജയിൽ വാർഡനാണ് കൊടുത്തത്. അങ്ങനെ കുറേ വർഷങ്ങൾ. അതിനുശേഷം തൻ്റെ ലൈഫിൽ ഉണ്ടായത് റോയൽ ഗാർമെൻ്റ് ഫറവോൻ കൊടുത്തു. അത് പിന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ആരും പറിച്ചെടുത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഓർക്കണം, നമ്മുടെ സീസണുകളെ കർത്താവ് മാറ്റും. ഇന്ന് കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെയാണോ സഹോദരി പോകുന്നത്? ആ സീസൺ മാറും. വിശ്വാസമില്ലെങ്കിൽ ഞാനങ്ങ് വീട്ടിലേക്ക് വരും, എന്നിട്ട് ഞാൻ പറയും ആ സീസൺ മാറും. നിങ്ങളുടെ മുഖത്ത് കണ്ണിലേക്ക് നോക്കി പറയാം, നിങ്ങളുടെ ഇപ്പോഴത്തെ സീസൺ മാറും. That is going to change. കർത്താവ് അത് മാറ്റിയെടുക്കാൻ പോവാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് എങ്ങനെയാണ് ഇഫക്റ്റീവ്ലി, ഇന്നലെ ഞാനത് തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. ഹൗ ക്യാൻ വി ഡു ഇൻഡിവിജ്വൽ വർഷിപ്പ് ഇഫക്റ്റീവ്ലി? വ്യക്തിപരമായ ഈ ആരാധന എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിലേക്ക് നമ്മൾ പോവുകയാണ്. ഓൾറൈറ്റ്, ഒന്നാമത്തേത് ഇതാണ്: എഴുതുക. വിസ്പർ പ്രൈസസ് ടു ഗോഡ് whenever possible. സാധ്യമാകുമ്പോഴൊക്കെ ദൈവത്തിന് സ്തുതികൾ മന്ത്രിക്കുക, അല്ലെങ്കിൽ എങ്ങനെ തന്നെ പറയാം, വളരെ പതുക്കെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ചില വചനങ്ങളിലേക്ക് പോകാം. 63-ാം സങ്കീർത്തനം 3-4, Psalm 63 and verse number 3 and 4. Because your love is better than life, my lips will glorify you. I will praise you as long as I live, and in your name I will lift up my hands. മലയാളം നോക്കാം. 3-ാം വചനത്തിൽ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. My lips shall praise you, my lips shall glorify you. അടുത്തത്, എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചതെന്ന് അതിൻ്റെ ടൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിലാണ് താൻ. യഹൂദ മരുഭൂമിയിൽ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്, മരുഭൂമിയിൽ താനിങ്ങനെ അലഞ്ഞു നടന്നൊരു കാലമുണ്ട്.
ഗുഹകളിലും കാട്ടാട്ടിൻ പാറകളിലൊക്കെയാണ് താൻ പാർത്തിരുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന മീഗർ ഫുഡാണ് താൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കാം, ദൈവം ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ഇറങ്ങിയിട്ട് എന്തായി? ശമൂവേൽ വന്നു, വീട്ടിൽ എല്ലാവരും കാണുക, ജ്യേഷ്ഠന്മാരെല്ലാം തള്ളി മാറ്റി പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിൽ അഭിഷേകമൊക്കെ ഒഴിച്ച് തൈലമൊക്കെ ഒഴിച്ച് അഭിഷേകം ചെയ്തു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഗതി ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ വേണേലും ചിന്തിക്കാം. പകരം താൻ ചെയ്യുന്നത് ആ സമയത്ത് ദൈവം സകലവും നന്മയ്ക്കാക്കി തീർക്കുന്നു. റോമർ 8:28 നമുക്കറിയാം. അത് തൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. ദൈവം സകലവും നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രാക്ടീസ് ഏത് കാലത്തും നമുക്ക് ചെയ്യാവുന്നത്, അടുത്ത ഞായറാഴ്ച ആരാധന ആകാൻ വേണ്ടി കാത്തിരിക്കേണ്ട, ഒരു ലൈവ് വർഷിപ്പ് കോൺസെർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, വലിയ വർഷിപ്പ് ലീഡേഴ്സ് സിറ്റിയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? വി ക്യാൻ വിസ്പർ പ്രൈസസ് ടു ഗാഡ് whenever possible. പറ്റുന്ന സമയത്തൊക്കെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, വാഷ്റൂമിലേക്ക് പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, ക്ലോത്ത് വാഷ് ചെയ്യുന്ന സമയത്ത്, കുളിക്കുമ്പോൾ, ഏത് സമയത്തും എന്ത് ചെയ്യാം? ദൈവത്തിന് സ്തുതികൾ ഒത്തിരി ഉറക്കിയൊന്നും വേണ്ട. ബസ്സിലിരിക്കുമ്പോൾ, ടാക്സിയിലിരിക്കുമ്പോൾ, യൂബറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു ഷോപ്പിംഗ് മാളിൽ അയക്കുന്ന സമയത്ത്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ എവറിത്തിങ്, താങ്ക് യു ലോർഡ്, ഐ പ്രൈസ് യു ഫോർ എവറിത്തിങ്, ഐ പ്രൈസ് യു ഫോർ എവറിത്തിങ്, ബിക്കോസ് യുവർ ലവ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് പ്രാക്ടീസിങ് ഇഫക്റ്റീവ് ഇൻഡിവിജ്വൽ വർഷിപ്പ് ലൈഫ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? കൈയൊന്നിങ്ങനെ വീശി കാണിച്ച്. ഇതിന്ന് തുടങ്ങണം, ഇപ്പോൾ തുടങ്ങണം, പ്രാക്ടീസാക്കി മാറ്റണം. ഒരു നന്മ കിട്ടിയാലും നന്മ കിട്ടിയില്ലേലും, പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നാലും ഇല്ലേലും, അവൻ സ്തുതിക്ക് യോഗ്യൻ. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവൻ സ്തുതിക്ക് യോഗ്യൻ. ലൈവ് ചാറ്റിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അവൻ സ്തുതിക്ക്, ദൈവം സ്തുതിക്ക് യോഗ്യൻ, ദൈവം സ്തുതിക്ക് യോഗ്യൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലേലും, ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാലും ഇല്ലേലും, ആഗ്രഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റിയാലും ഇല്ലേലും, ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയാലും ഇല്ലേലും, ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ലേലും, ദൈവം സ്തുതിക്ക് യോഗ്യൻ. ദൈവം സ്തുതിക്ക് യോഗ്യൻ. ഞാൻ പറയുന്നത് ദൈവം സ്തുതിക്ക് യോഗ്യൻ. സോ പ്രാക്ടീസ് വിസ്പറിങ് പ്രൈസസ് ടു ഹിം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴും നീങ്ങുമ്പോഴും എല്ലാം ചുമ്മാ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 25-26 വചനങ്ങൾ. അവിടെ ഇതുപോലെ ഡേവിഡ് said about him, I saw the Lord always before me, because he set my right hand. I will not be shaken. Therefore my heart is glad, and my tongue rejoices. My body also will rest in hope. ആ ഭാഗം ഞാൻ മലയാളത്തിൽ കൂടെ ഒന്നെടുത്തോട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 25-26 രണ്ട് വചനങ്ങൾ. നിങ്ങൾക്കും ബൈബിൾ എടുക്കാം, സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇതൊക്കെ ഈ ക്ലോസ് ക്വാർട്ടേഴ്സിൽ എന്ന് പറയുന്ന പോലെ വളരെ അടുത്ത് ദൈവമായി ജീവിക്കുന്ന ഒരനുഭവം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, നാവ് ആനന്ദിക്കുന്നു. ഈ നാവ് ആനന്ദിക്കുന്ന സമയത്താണല്ലോ സ്തുതികളൊക്കെ പുറത്തേക്ക് വരുന്നത്. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. എവിടെ? മരുഭൂമിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത്, വളരെ പരീക്ഷണങ്ങളിലൂടെ പോകുന്ന സമയത്ത് പോലും ഇത് സംഭവിക്കുക എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഡേവിഡിൻ്റെ ലൈഫിൽ അധിക സമയം താൻ വലിയൊരു ത്രെട്ടിലൂടെ പോയത്. ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. ഈ ജീവന് ഭീഷണി അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, ഫെലിസ്തീന്മാരോ
പുറജാതികളോ അങ്ങനെയുള്ളവർ മാത്രമല്ല, സ്വന്തം വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ടായിരുന്നു. സ്വന്തം മകൻ തന്നെ അബ്ശാലോം തന്നെ തനിക്ക് ഭീഷണിയായി മാറി. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ ആരെങ്കിലും ആക്രമിച്ചു കൊല്ലുമോ എന്നുള്ള ഒരവസ്ഥയിലാണ് താൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തും താൻ പറയുന്നത്, ഞാൻ സന്തോഷിക്കും, എൻ്റെ നാവ് ആനന്ദിക്കും, എൻ്റെ നാവ് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഡേവിഡ് വാസ് ഓൾവേസ് ഗോയിങ് ത്രൂ ചാലഞ്ചിങ് ടൈംസ്. സോളമൻ്റെ കാലത്ത് സമാധാനമായിരുന്നു, യുദ്ധങ്ങളില്ല, എല്ലാം സെറ്റിൽ ചെയ്ത് പ്രോസ്പർ ചെയ്ത് രാജ്യം ഇങ്ങനെ വരുന്നൊരു സമയമാണ്. പക്ഷേ അതിൻ്റെ പ്രിഡിസസർ ആയ ഈ ദാവീദിൻ്റെ കാലത്ത് അങ്ങനെയല്ല. തനിക്ക് ഏത് നേരം ഫ്രീക്വൻറ്റ് ഫൈറ്റ്സ് ആണ്, എന്നും യുദ്ധമാണ്, എന്നും പ്രശ്നങ്ങളാണ്. കാരണം അതിലാണ് ഒരു രാജ്യത്തെ ദൈവം ഉളവാക്കിക്കൊണ്ടിരുന്നത്. ആ പിതാവ് അതുപോലെ യുദ്ധം ചെയ്ത് സകലവും ചെയ്തതുകൊണ്ടാണ് മകൻ്റെ കാലത്ത് ഒരു വലിയ സമാധാനം ഉണ്ടായത്. പക്ഷേ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. സീസണുകൾ മാറും, തലമുറകൾ മാറും. എന്നാൽ ഏത് തലമുറയായാലും ഏത് സീസണായാലും നാം ജീവിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന ഒരു ഹൃദയം, ഒരു ജീവിതം നമ്മൾ ഉളവാക്കിയെടുക്കണം. നമ്മെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അവിടെ പറയുന്നത്, എൻ്റെ ഹൃദയം സന്തോഷിക്കും, എൻ്റെ നാവ് ആനന്ദിക്കും, എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും. ഇവിടെയൊക്കെ അദ്ദേഹം എപ്പോഴും ഈ മരുഭൂമിയിലായാലും ഗുഹയിലായാലും പാറകളിലായാലും കാട്ടിലായാലും അന്യരാജ്യത്തായാലും ഒക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു പ്രാക്ടീസാണ്, ഏത് കാലത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇതാണ് സ്വർഗത്തിൽ ദൂതന്മാർ ചെയ്യുന്നത്. 24/7 അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം നിങ്ങളോടാണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ സീസൺ ഏതാണ്? ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങളോട് ചോദിക്കുക. പരീക്ഷാകാലമാണ്, ടെൻഷൻ കൊണ്ട് ഓരോ ഞരമ്പും മുറുകുന്ന സമയമാണെന്ന് വിചാരിക്കുക. ദൈവത്തെ അങ്ങ് സ്തുതിച്ചു, ഈ ടെൻഷനൊക്കെ അങ്ങ് അയയാൻ തുടങ്ങും. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം കണ്ടീഷണലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവസ്ഥകളെ ദൈവം മാറ്റും. എനിക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നത് പറയണമെന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവും. ഞാൻ പറയാം, നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റും. ഗോഡ് വിൽ ടേക്ക് അവേ ദ ക്യാപ്റ്റിവിറ്റി ഓഫ് ഹിസ് പീപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം തൻ്റെ ജനങ്ങളുടെ പ്രവാസത്തെ, അടിമത്തത്തെ എടുത്തു മാറ്റും. ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അടിമകളായി കുരുങ്ങിക്കിടക്കുകയാണ് ദൈവം. ഹീസ് ദ ലിബറേറ്റർ. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. വചനമാണ്, വേണമെങ്കിൽ വിശ്വസിച്ചു. അവൻ്റെ നാമത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടും. പക്ഷെ പ്രാക്ടീസ് ദിസ്. എന്ത് ചെയ്യണം? വിസ്പർ പ്രൈസസ് ടു ഗാഡ്, വിസ്പർ താങ്ക്സ് ഗിവിങ്സ് ടു ഗാഡ്. എപ്പോഴും നാവ്, ചുണ്ടുകൾ, അധരങ്ങൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഇനി ഹീബ്രൂസ് ചാപ്റ്റർ 13 and verse number 15, എബ്രായ ലേഖനം 13:15, through Jesus therefore let's continually offer to God a sacrifice of praise, the fruit of lips that openly profess his name. മലയാളത്തിൽ കൂടെ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എബ്രായർ 13:15 ഇതാ വരുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുകൊണ്ട് അവൻ മുഖാന്തരം, യേശു മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. വിസ്പർ പ്രൈസസ് ടു ഗാഡ്. ഇത് വലിയ വായിൽ ചെയ്യണമെന്നില്ല. എല്ലായ്പ്പോഴും അതിനുള്ള സമയമില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, വലിയ വായിൽ വീട്ടിലിരുന്ന് സ്തുതിക്കുന്ന പോലെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ചർച്ചിനകത്ത് സ്തുതിക്കുന്നത് പോലെ മാർക്കറ്റിൽ സ്തുതിക്കാൻ കഴിയുമോ? നോ പ്രോബ്ലം. പക്ഷെ അവിടെയും ഈ തിരക്കുകൾക്കിടയിൽ എന്ത് ചെയ്യാം? വി ക്യാൻ വിസ്പർ പ്രൈസസ് ടു ഗാഡ്. ഓക്കെ.
ഞാൻ സാധാരണ ഈ വചനം എടുക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, അവർ ലിപ്സ് ബിക്കം ദി ഓൾട്ടർ ഫ്രം വിച്ച് സാക്രിഫൈസസ് ഓഫ് പ്രൈസ് ആർ ഓഫേർഡ് ടു ദ ലോർഡ്. പുതിയ നിയമത്തിലെ യാഗപീഠം ഏതാണ് എന്ന് ചോദിച്ചാൽ അധരങ്ങളാണ്. കാരണം സാക്രിഫൈസ് അവിടെ നിന്ന് പുറത്തേക്ക് വരും. പഴയ നിയമത്തിൽ പള്ളിക്കകത്തി എന്നാൽ അവിടെ പ്രത്യേകമായി ഇത്ര അടി നീളം, ഇത്ര അടി ഉയരം, ഇത്ര അടി വീതിയൊക്കെ ഉള്ള പ്രത്യേകമായ യാഗപീഠമുണ്ട്, ഓൾട്ടർ. എന്നാൽ പുതിയ നിയമത്തിൽ ആ ഓൾട്ടർ എന്ന് പറയുന്നത് നമ്മുടെ അധരങ്ങളാണ്. ഇവിടെ നിന്നാണ് സാക്രിഫൈസ് ഓഫ് പ്രൈസ് പുറത്തേക്ക് വരേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. നമ്പർ 2, ഒബ്സർവ് ദ നേച്ചർ ആൻഡ് ഗ്ലോറിഫൈ ഗോഡ്. നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെ ഒന്ന് വീക്ഷിച്ച് ആസ്വദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതൊരു പ്രാക്ടീസാണ്. നല്ല ഒരു സമുദ്രം കാണുമ്പോൾ അറിയാതെ, ഓ ലോർഡ്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് ദിസ് മൈറ്റി ഓഷൻ, ഐ പ്രൈസ് യു, ഐ പ്രൈസ് യു ലോർഡ് ഫോർ യുവർ മൈറ്റി ഡീഡ്സ്, യുവർ ഗ്രേറ്റ് ഹാൻഡ് വർക്ക്സ്. നമുക്ക് ചെയ്യാൻ കഴിയുമോ? നല്ലൊരു റിവർ കാണുമ്പോൾ, നല്ലൊരു ഒരു വനം കാണുമ്പോൾ, നല്ലൊരു സീനറി കാണുമ്പോൾ, നല്ലൊരു നീലാകാശം കാണുമ്പോൾ, ഇതൊക്കെ നിർമ്മിച്ച ദൈവത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ, മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു വചനഭാഗം സാം 19:1-6, സങ്കീർത്തനങ്ങൾ 19 നമ്മളിനി പോകുന്നത്. ഓക്കെ, സങ്കീർത്തനങ്ങൾ 19 ആദ്യം മുതൽ നോക്കാം. അവിടെ ഇംഗ്ലീഷ് ഒന്ന് ആദ്യം നോക്കിയേക്കാം. The heavens declare the glory of God. The skies proclaim the work of his hands. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമ്മൾ ആകാശത്തേക്ക് പോകുമ്പോൾ എന്താ വരുന്ന ചിന്ത? ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വരുന്ന ചിന്തകൾ എന്താ? ഒരു ദൈവാത്മാവുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ വീട്ടുമുറ്റത്തേക്കോ പുറത്തേക്കോ ബാൽക്കണിയിലേക്കോ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് മുകളിലേക്ക് നോക്കുക. ഓ, വർഷിപ്പ് അകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സൺസെറ്റ് കാണുമ്പോൾ, ഒരു സൺറൈസ് കാണുമ്പോൾ, അല്ലേ? ഉദയം അസ്തമയമൊക്കെ കാണാൻ വേണ്ടി കോവളം ബീച്ചിലും അതുപോലെ പല ബീച്ചുകളിലൊക്കെ ആളുകൾ പോകാറുണ്ട്. സൂര്യോദയം കാണാൻ, സൂര്യാസ്തമയം കാണാനൊക്കെ പലരും പോകും. അവിടെയൊക്കെ പോകുമ്പോഴെല്ലാം ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, ഇതെല്ലാം ചെയ്യുമെങ്കിലും ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയി നമ്മുടെ അധരങ്ങളിലൂടെ അത് വാച്ച് ചെയ്യുമ്പോൾ ദൈവത്തെ ഒന്ന് വർഷിപ്പ് ചെയ്യാൻ കഴിയുമോ? മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, അല്ലേ? The skies proclaim the work of his hands. 2, day after day they pour forth speech. Night after night they reveal knowledge. അവിടെ പറയുന്നത് പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. Number 3, they have no speech, they use no words. No sound is heard from them. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. 4, yet their voice goes out into the earth, their words to the ends of the world. In the heavens God has pitched a tent for the sun. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാൻ. അതിനുശേഷം ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. ഒരു ലിറ്ററേച്ചർ സ്റ്റൈലിൽ, ഓർണമെൻ്റൽ ലാംഗ്വേജിലൊക്കെ അദ്ദേഹം പറയുകയാണ്. ഇനി Number 5, it is like a bridegroom coming out of his chamber, like a champion rejoicing to run his course. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. Number 6, it rises at one end of the heavens and makes its circuit to the other. Nothing is deprived of its warmth. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സൂര്യൻ്റെ കാര്യം പറയുന്നു. പക്ഷെ ഇതെല്ലാം നിർമ്മിച്ച ദൈവത്തെ ചിലർ സൂര്യനെ ആരാധിച്ചു കളയും, ചന്ദ്രനെ നോക്കി ചന്ദ്രനെ ആരാധിച്ചു കളയും, നക്ഷത്രങ്ങളെ നോക്കി നക്ഷത്രത്തെ വീണ് കിടന്ന് ആരാധിച്ചു കളയും.
അതല്ല ചെയ്യേണ്ടത്. അതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഓ മൈ ഗോഡ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. എന്ത്? ഇൻഡിവിജ്വൽ വർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ നമ്പർ 1, വിസ്പർ പ്രൈസസ് ടു ഗാഡ് വെൻ എവർ പോസിബിൾ. കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? സ്തുതികൾ അധരങ്ങളിൽ മന്ത്രിച്ചുകൊണ്ട് നടക്കുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുക. നമ്പർ 2, ഒബ്സർവ് ദ നേച്ചർ ആൻഡ് ഗ്ലോറിഫൈ ഗോഡ്. പ്രപഞ്ചത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കുക. ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള സീനറികളൊന്നും കാണുന്നില്ല, ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ, നല്ലൊരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയെ കണ്ട് സൃഷ്ടാവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. സൃഷ്ടിയെ ഒരിക്കലും ആരാധിക്കരുത്. സൃഷ്ടിച്ചവനെ മാറ്റി നിർത്തി സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. റോമാലേഖനം 1 അക്കാരണത്താൽ വരുന്ന ന്യായവിധി വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ഡിപ്രാവിറ്റി തുടങ്ങുന്ന അവിടെയാണ്. മനുഷ്യൻ്റെ അധപ്പതനം. എത്ര വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞാൽ IAS, IPS, IAS എവിടെ വരെ സിവിൽ സർവീസിലൊക്കെ എത്തിയാലും പല മനുഷ്യരും ബുദ്ധിഹീനതയിൽ ദൈവമാരെന്നറിയാതെ ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാത്തിനും കാരണം സൃഷ്ടാവിനെ വിട്ടിട്ട് സൃഷ്ടിയെ ആരാധിച്ചു. ഓക്കെ, ഇനി എത്ര പേര് നോട്ട്സ് എഴുതി? എല്ലാ ദിവസവും കൃത്യമായ നോട്ട്സ് എഴുതി സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ദയവായി ഇട്ട് വയ്ക്കുക. ഒത്തിരി പേര് അത് കാണട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈനിട്ട്, കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡറിനുള്ള പെയിൻ, ഷോൾഡറിന് ഉയർത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. പാൻക്രിയാറ്റിക് പ്രോബ്ലംസ് കർത്താവ് സൗഖ്യമാക്കിയാണ്. പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതിൽ തന്നെ ഈ നട്ടലിൻ്റെ രോഗം എന്ന് പറയുമ്പോൾ സുമ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തൊടുകയാണ്. നട്ടലിൻ്റെ ഈ ഭാഗത്തായിട്ട് നട്ടലിൽ പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായൊരു വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ ഹിപ്പ് ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ, സ്കെലിറ്റൽ സിസ്റ്റം സൗഖ്യമാകട്ടെ. ഇനി ഞാൻ ഒരാളുടെ പേരെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് എനിക്ക് സൗഖ്യമില്ലെന്ന് ആരും ചിന്തിക്കരുത്. അതുപോലെ രോഗങ്ങളോ മറ്റേതെങ്കിലും രോഗങ്ങളോ ആണെങ്കിൽ നിങ്ങൾ കൈനീട്ടി ഇപ്പോൾ വിടുതൽ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. സോ ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ ബൈ.